ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യം. നസ്രാനായ ഈശോയെ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? പിശാചു ബാധിതൻ ഈശോയെ തിരിച്ചറിഞ്ഞു പറയുന്ന വചനഭാഗമായതല്ലേ. ഈശോയെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന പിശാചുനെ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളും ഈ പിശാചുക്കളെ പോലെ പെരുമാറാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ മാറ്റി നിർത്തുക, ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നമുക്കിഷ്ടമില്ല. ഭൗതികതയെ സ്നേഹിക്കുന്ന, ഈ ലോക മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. പലപ്പോഴും ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ പിശാചുക്കളെ പോലെ മാറ്റി നിർത്തുന്ന വ്യക്തികളായിട്ട് മാറുക. ഈശോയെ, നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. പല കാര്യങ്ങളിലും ഈശോയെ ഇടപെടുത്താനായിട്ട് നമുക്ക് ഇഷ്ടമില്ല. ഈശോയെ നമ്മൾ ഇടപെടുത്തുക. എപ്പോഴാണ് ഇഷ്ടപ്പെടുത്തുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയില്, പ്രശ്നത്തില് ഈശോയെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ആ പ്രതിസന്ധിയെ ധൈര്യപൂർവ്വം നേരിടാനായിട്ടുള്ള ശക്തി നീ എനിക്ക് തരണം. എൻ്റെ ആവശ്യങ്ങളിൽ നീ ഇടപെട്ടോ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിന്റെ സാന്നിധ്യം വേണ്ട. പലപ്പോഴും തമ്പുരാനെ നമ്മളിങ്ങനെ മാറ്റി നിർത്തിയ പിശാചുക്കളെ പോലെ നമ്മുടെ ജീവിതത്തിൽ നാമും ഒരു പിശാചായിട്ട് നിന്നുകൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങൾ ഒത്തിരിയേറെ ഉണ്ടാകാറുണ്ട്. തമ്പുരാനെ എപ്പോഴാണ് മാറ്റി നിർത്തേണ്ടതായിട്ട് വരുന്നത്? എൻ്റെ ജീവിതത്തില് തമ്പുരാൻ ഇടപെട്ടാല് ചില കാര്യങ്ങളൊക്കെ ഞാൻ നോ പറയേണ്ടതായിട്ട് വരും. കാരണം എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ചില മോഹങ്ങള്, ചില വഴക്കദോഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഇത് ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു പോവുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനെ എപ്പോഴും കൂട്ടുപിടിക്കാനായിട്ട് പറ്റണം. എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും ധൈര്യത്തോടുകൂടി നേരിടാനായിട്ടുള്ള ശക്തി നമുക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ തമ്പുരാനെ കൂടെ കൊണ്ട് നടക്കുവാനായിട്ട്, ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട്, അവന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് പോകുവാനായിട്ട്, വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.